എക്സർസൈസ് 14.2 ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഗീവ്സ് ദ സ്റ്റേറ്റ് വൈസ് ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ ഇൻ ഹയർ സെക്കൻഡറി സ്കൂൾസ് ഓഫ് ഇന്ത്യ. ഫൈൻഡ് ദ മോഡ് ആൻഡ് മീൻ ഓഫ് ദിസ് ഡേറ്റ. ഇന്റർപ്രറ്റ് ദ ടു മെഷേഴ്സ്. ഇന്ത്യയിലെ ഹയർ സെക്കൻഡറി സ്കൂൾസിലെ ഡിഫറന്റ് സ്റ്റേറ്റ്സിലെയും യൂണിയൻ ടെറിട്ടറീസിലെയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് പെർ ടീച്ചർ റേഷ്യോയുടെ ഒരു ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്നും മീനും മോഡും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. മോഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുന്നു. മോഡ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് f1 മൈനസ് f0 ഡിവൈഡഡ് ബൈ 2f1 മൈനസ് f0 മൈനസ് f2 ഇൻറ്റു h. ഇനി ഇതിൽ മോഡൽ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ആയി വന്നിരിക്കുന്നത് 10 ആണ്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സിനെ നമുക്ക് മോഡൽ ക്ലാസ് ആയി സെലക്ട് ചെയ്താൽ എഴുതാം. മോഡൽ ക്ലാസ് ഈസ് ഈക്വൽ ടു 30, 35. അതിന്റെ ലോവർ ലിമിറ്റ് L ഈസ് ഈക്വൽ ടു 30. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് h ഈസ് ഈക്വൽ ടു 5. ഈ ക്ലാസിന്റെ ഫ്രീക്വൻസി വിച്ച് ഈസ് 10, അതിനെ നമ്മൾ f1 ആയിട്ട് എഴുതും 10. അങ്ങനെയാണെങ്കിൽ ഇത് f1 ആണെങ്കിൽ ഇത് f0 ആണ്, ഇത് f2 ആണ്. അപ്പൊ നമുക്ക് എഴുതാം f0 ഈസ് ഈക്വൽ ടു 9, f2 ഈസ് ഈക്വൽ ടു 3. ഇക്വേഷനിലെ എല്ലാ വാല്യൂസുമായി ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L which is 30 plus f1 which is 10 minus f0 9 divided by 2 into f1 which is 10 minus f0 9 minus f2 3 into h which is 5 is equal to 30 plus 10 minus 9 which is 1 divided by 2 into 10 20 minus 9 plus 3 12 into 5 is equal to 30 plus 1 by 20 minus 12 which is 8 into 5 is equal to 30 plus 5 by 8 is equal to 30 plus 5 divided by 8 which is 0.625. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എടുത്തെഴുതാം. Therefore mod is equal to 30 plus 6.25. 30.625. ഇതാണ് ഈ ക്ലാസിന്റെ മോഡ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പില് ഈ ക്ലാസിന്റെ മീൻ കണ്ടുപിടിക്കാം ബൈ യൂസിങ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് നമ്മൾ കൂടുതലായി ചെയ്തിട്ടില്ല, മാക്സിമം സ്റ്റെപ്പ് ഡീവിയേഷൻ ആണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ മീൻ അസ്യൂംഡ് മീൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അസ്യൂംഡ് മീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി വെക്കാം. മീൻ x bar is equal to a plus sigma fi di divided by sigma fi. a പ്ലസ് കഴിഞ്ഞുള്ള ഡിവൈഡഡ് ബൈ സിഗ്മ fi di ക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ a മുതൽ ഡിവൈഡഡ് ബൈ എഴുതി വെക്കരുത്, അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് അസ്യൂംഡ് മീൻ ആണ് വേണ്ടത്. പിന്നീട് fi അത് നമുക്ക് കോളത്തിൽ തന്നിട്ടുണ്ട്. di കണ്ടുപിടിക്കണം. di കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ എഴുതിയതാണ്. xi മൈനസ് എ. അപ്പൊ നമുക്ക് ആ ക്ലാസ് ഫ്രീക്വൻസി ഈ രണ്ട് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് ക്ലാസ് 15 20 20 25 25 30 30 35 35 40 40 45 45 50 and 50 55. ഫ്രീക്വൻസി എഴുതി വെക്കാം. 3 8 9 10 3 0 0 and 2. ക്ലാസ് മാർക്ക് xi എഴുതി വെക്കാം. xi കണ്ടുപിടിക്കാൻ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു xi നമുക്കൊന്ന് എഴുതാം. 15 plus 20 divided by 2 which is 35 divided by 2 which is 17.5. 17.5. ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാം. xi is equal to 20 plus 25 divided by 2 which is 45 divided by 2 which is 22.5. 22.5. അപ്പൊ ഇവിടെയുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് h എന്ന് പറയുന്നത് 5 ആണ്. ആഡ് ചെയ്ത് പോയിരിക്കുന്നതും 5 തന്നെയാണ്. ഒരു റെഗുലർ ആയി വരുന്ന ഒരു ക്ലാസ് തന്നെയാണിത്. അതുകൊണ്ട് ഇവിടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ബാക്കി xi എഴുതുന്നതിന് വേണ്ടി ഇതുപോലെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നില്ല. 5 വീതം ആഡ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വാല്യൂ 27
37.5, അടുത്തത് വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ 32.5, 37.5, 42.5, 47.5 and 52.5. അടുത്തതില് ഡി ഐ ആണ്. ഡി ഐ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് xi മൈനസ് അസ്യൂംഡ് മീൻ. അപ്പൊ ഈ ഒരു xi-യിൽ നിന്നും ഒരു അസ്യൂംഡ് മീൻ നമുക്ക് കണ്ടുപിടിക്കണം. 1 2 3 4 5 6 7 8 ഡീറ്റെയിൽസ് ആണുള്ളത്. ഇവിടെയുള്ള മിഡിലിൽ വരുന്ന 32.5 37.5-ൽ ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് അസ്യൂംഡ് മീനായി സെലക്ട് ചെയ്യാം. ഇവിടെ 37.5-നെ നമ്മൾ അസ്യൂംഡ് മീനായി എടുക്കുന്നു. എഴുതി വെക്കാം അസ്യൂംഡ് മീൻ A is equal to 37.5. അപ്പൊ ഇവിടെ എഴുതാം xi മൈനസ് 37.5. ഫസ്റ്റ് xi 17.5 ആണ്. അതിൽ നിന്ന് 37.5 മൈനസ് ചെയ്താൽ മൈനസ് 20 എന്ന ആൻസർ കിട്ടും. 22.5-ൽ നിന്ന് 37.5 മൈനസ് ചെയ്താൽ മൈനസ് 15 എന്ന ആൻസർ കിട്ടും. 27.5-ൽ നിന്ന് 37.5 മൈനസ് ചെയ്താൽ മൈനസ് 10 എന്ന ആൻസർ കിട്ടും. 32.5-ൽ നിന്ന് 37.5 മൈനസ് ചെയ്താൽ മൈനസ് 5 എന്ന ആൻസർ കിട്ടും. 37.5-ൽ നിന്ന് 37.5 മൈനസ് ചെയ്താൽ 0 ആണ്. 42.5-ൽ നിന്ന് 37.5 മൈനസ് ചെയ്താൽ 5 will be the answer. 47.5-ൽ നിന്ന് 37.5 മൈനസ് ചെയ്താൽ 10 ആയിരിക്കും. 52.5 മൈനസ് 17.5 which is 15. അങ്ങനെയാണെങ്കിൽ അടുത്ത കോളത്തിലെ FI DI നമുക്കൊന്ന് എഴുതാം. FI-യും DI-യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3 into 20 minus 60, 8 into 15 minus 120, 9 into 10 minus 90, 5 into 10 minus 50, 3 into 0 0, 5 into 0 0, 10 into 0 0, 15 into 2 which is 30. ഇനി ഇവിടെ നമുക്ക് FI-യുടെ സിഗ്മ എഴുതാം. സിഗ്മ FI is equal to ടോട്ടൽ നമ്പറിനെ ആഡ് ചെയ്യുന്നു. ഫ്രീക്വൻസി ആഡ് ചെയ്താൽ 35 ആണ് ടോട്ടൽ. ഈ നമ്പറുകളെ ആഡ് ചെയ്യുന്നു. FI DI നെഗറ്റീവ് നമ്പറുകളെ എല്ലാം കൂടി ആഡ് ചെയ്താൽ മൈനസ് 320 എന്ന ആൻസർ കിട്ടും. ഒരു പോസിറ്റീവ് നമ്പർ ആണുള്ളത് 30, അതുകൂടി മൈനസ് ചെയ്താൽ 290 മൈനസ് 290 ആയിരിക്കും. ഇവിടെയുള്ള സിഗ്മ FI DI is equal to മൈനസ് 290. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻ x bar is equal to assumed mean 37.5 plus sigma FI DI minus 290 divided by sigma FI which is 35 is equal to 37.5 plus or minus ആണ്. 290-യെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ ഈസ് 8.285 is equal to 37.5-ൽ നിന്ന് 8.285 മൈനസ് ചെയ്താൽ ഫൈനൽ ആൻസർ വിൽ ബി 29.215. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ആക്കി എഴുതിയാൽ 29. തേർഡ് നമ്പർ 5 ആണ്. അതിൽ നിന്ന് ഒന്നുകൂടി ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്താൽ 1ന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ 2 എന്ന് എഴുതാം. Therefore final answer is 29.22 എന്നോ ഒരു ഡിജിറ്റിൽ വേണമെങ്കിലും എഴുതി വെക്കാം. ഇവിടെ നമ്മൾ 3 ഡിജിറ്റ് ആണ് എഴുതിയത്. ഇവിടെയും മോഡിലും നമുക്ക് വേണമെങ്കിൽ 2 ഡിജിറ്റ് ആക്കി അറേഞ്ച് ചെയ്ത് എഴുതാം. 63 എന്ന് എഴുതി വെക്കാം. അപ്പോ ഫൈനൽ ആൻസർ എടുത്തെഴുതുന്നു. Therefore mean is equal to 29.22. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വാല്യൂസിനെയും, ഈ മീനിനെയും മോഡിനെയും ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതുക എന്നാണ്. ഇവിടെ മോഡ് 30.63-യും മീൻ 29.22-മാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 30.63 മൈനസ് 29.22 സബ്ട്രാക്ട് ചെയ്താൽ 1.41. 1.41-ന്റെ ഒരു ഡിഫറൻസ് ആണുള്ളത്. ഒരു സ്മാൾ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. Therefore there is a small difference of 1.41 between mod and mean. Fifth question ഇങ്ങനെയാണ്. The given distribution shows the number of runs scored by some top batsmen of the world in one-day international cricket matches. വൺ-ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചില് കുറച്ച് ടോപ്പ് ബാറ്റ്സ്മാനിന്റെ സ്കോർ ആണ് നമുക്ക് ഇവിടെ ടേബിളിൽ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ഡേറ്റ. ഈ ഡേറ്റയുടെ മോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കുന്നു. മോഡ്
is equal to L plus F1 minus F0 divided by 2 F1 minus F0 minus F2 into H. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി 18 ആണ്. ആ ക്ലാസ്സിനെ നമുക്ക് മോഡൽ ക്ലാസ് ആയി സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു മോഡൽ ക്ലാസ് ഈസ് 4000 5000. അതിന്റെ ലോവർ ലിമിറ്റ് L is equal to 4000. ആ ക്ലാസിന്റെ ഫ്രീക്വൻസി വിച്ച് ഈസ് F1 is equal to 18. ഈ ക്ലാസിന്റെ ഡിഫറൻസ് H is equal to 1000. ഇതിനെ നമ്മൾ F1 ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് F0 ആണ്, ഇത് F2 ആണ്. അപ്പൊ നമുക്ക് F0 എഴുതാം ഈസ് 4 ആൻഡ് F2 ഈസ് 9. എല്ലാ വാല്യൂസുമായി ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L which is 4000 plus F1 which is 18 minus F0 which is 4 divided by 2 into F1 18 minus F0 4 minus F2 9 into H which is 1000 is equal to 4000 plus 18 minus 4 14 divided by 18 into 2 36 minus 9 4 രണ്ട് നെഗറ്റീവ് നമ്പറുകളാണ് minus 13 എന്ന് എഴുതാം into 1000 is equal to 4000 plus 14 divided by 36 ൽ നിന്നും 13 മൈനസ് ചെയ്താൽ 23 is the answer into 1000 is equal to 4000 plus 14 into 1000 14000 divided by 23 is equal to 4000 plus 14,000നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് എഴുതാം 608.695 is equal to രണ്ടും കൂടി ആഡ് ചെയ്താൽ 4608.695. അതിനെ കറക്റ്റ് ചെയ്ത് രണ്ട് ഡെസിമലിന് എഴുതുകയാണെങ്കിൽ 4608. തേർഡ് നമ്പർ 5 ആണ്. അതിൽ നിന്ന് ഒന്നുകൂടി ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്താൽ 9 എന്നുള്ളത് 10 ആയി മാറും. 0 റിമൈൻഡർ 6ന്റെ കൂടെ ആഡ് ചെയ്താൽ 7. അങ്ങനെ നമുക്ക് 70 എന്ന ഫൈനൽ ആൻസർ കിട്ടുകയും ചെയ്യും. നമുക്ക് എഴുതി വെക്കാം therefore the required mode അല്ലെങ്കിൽ മോഡ് is equal to 4608.7. Sixth question ഇങ്ങനെയാണ്. A student noted the number of cars passing through a spot on a road for 100 periods each of 3 minutes and summarized it in the table given below. Find the mode of the data. 100 periodsല് each of 3 minutesല് പാസ് ചെയ്തു പോയ കാർസിന്റെ നമ്പറിനെ ഒരു സ്റ്റുഡന്റ് സമ്മറൈസ് ചെയ്ത് ഒരു ടേബിളിൽ തന്നിരിക്കുകയാണ്. ഈ ഡേറ്റയുടെ മോഡ് കണ്ടുപിടിക്കണം. മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. മോഡ് ഈസ് ഈക്വൽ ടു L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി 20 ആണ്. ആ ക്ലാസ്സിനെ നമുക്ക് മോഡൽ ക്ലാസ് ആയി എഴുതാം. അപ്പോ മോഡൽ ക്ലാസ് ഈസ് ഈക്വൽ ടു 40 50. ഇവിടെയുള്ള ലോവർ ലിമിറ്റ് L ഈസ് ഈക്വൽ ടു 40. ഈ ക്ലാസിന്റെ വിഡ്ത്ത്, ക്ലാസിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് H ഈസ് ഈക്വൽ ടു 10. ഈ ക്ലാസിന്റെ ഫ്രീക്വൻസി അതിന് നമുക്ക് 20 F1 ആയിട്ട് എഴുതാം. F1 ഈസ് ഈക്വൽ ടു 20. F0 ഈസ് ഈക്വൽ ടു അതിന്റെ ലെഫ്റ്റിലുള്ള ഫ്രീക്വൻസി F0, ഇത് F1, ഇത് F2. 12 F2 ഈസ് ഈക്വൽ ടു 11. എല്ലാ വാല്യൂസും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് ഈസ് ഈക്വൽ ടു L which is 40 plus F1 20 minus F0 12 divided by 2 into F1 which is 20 minus F0 12 minus 11 into H which is 10 is equal to 40 plus 20 minus 12 which is 8 divided by 2 into 20 40 minus 12 and 11 23 into 10. Simplify ചെയ്യാം. 40 plus 8 by 40 minus 23 which is 17
into 10 is equal to 40 plus 8 into 10. 80 divided by 17 is equal to 40 plus 80 divided by 17 which is 4.7. രണ്ടും കൂടി ആഡ് ചെയ്യാം 44.7 എന്ന ആൻസർ കിട്ടും. Therefore, the required mode അല്ലെങ്കിൽ മോഡ് ഈസ് ഈക്വൽ ടു 44.7. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. പ്രോബബിലിറ്റി കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാം റെഗുലറായി തന്നെ അറ്റൻഡ് ചെയ്യുക.